നമ്മളിപ്പോൾ അവർ തന്നെ പറഞ്ഞല്ലോ, ഇതിനെ വെച്ച് വില പേശിരുന്ന് ഇപ്പോൾ ചില കുടുംബക്കാർ പറഞ്ഞായിട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ, ചിലരോട് പറഞ്ഞു. അവർ ചെന്നപ്പോൾ കുടുംബക്കാർ തന്നെ പറഞ്ഞു ഞങ്ങൾ വെച്ച് വില പേശല്ലേ എന്ന് ചിലത് പറയുകയുണ്ടായി. നമ്മൾ ഈ പ്രതിസന്ധി തന്നെ നിന്നിട്ടിപ്പോൾ അരമാസ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടാണ്. നമ്മൾ കാണേണ്ടത് ഈ ജനങ്ങളുടെ പണമാണ് നമ്മളെല്ലാം വിനിയോഗിക്കുന്നത്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭകരമായി ശക്തിപ്പെടുത്തുക, ലാഭകരമായി മുന്നോട്ട് പോകുക, ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാടെന്നുള്ളത്. അതിലിത് 15 വർഷം തുടർച്ചയായ നഷ്ടം, 1 വർഷം ലാഭം പേപ്പറിൽ കാണിക്കുന്നില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ലോൺ മുഴുവൻ ഇക്വിറ്റിയാക്കി മാറ്റി. അപ്പോൾ അതോട് ബാധ്യതയിൽ കുറവ് വന്നു. അതിനുശേഷം വീണ്ടും നഷ്ടം തന്നെയാണ്. അങ്ങനെ 245 കോടി നഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ മറ്റേ ഒരു KSRTC നടത്തുന്ന പോലെ KSEB നടത്തുന്ന പോലെയല്ല വ്യവസായം. അപ്പോൾ അതിനെങ്ങനെ മെച്ചപ്പെടുത്താം, അതിന് നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയപ്പോഴാണ് ഇത് മെർജ് ചെയ്ത് ഇത് രണ്ടിനെയും ശക്തിപ്പെടുത്താം. അപ്പോൾ തൊഴിലാളിക്ക് മെച്ചപ്പെട്ട വരുമാനം കിട്ടും. KSEB മാത്രം ആശ്രയിക്കാതെ പൊതുവിപണിയിൽ, ഇവരുടെ കേബിളിനെല്ലാം നല്ല ഡിമാൻഡുള്ളതാണ്, പൊതുവിപണിയിലേക്ക് കൂടുതൽ പോവുക. ഈ പാക്കേജാണ് ഉള്ളത്. സംസ്ഥാന തലത്തിലുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം അംഗീകരിച്ചാണ്. പക്ഷെ അതിനുശേഷമാണ് കോടതിയിൽ ഇപ്പോൾ 10-20 പേര് കോടതിയിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പണം, തൊഴിലാളികളുണ്ട്, 2 യൂണിയനുകളും പോയിട്ടുണ്ട്. ഇത് പണം കിട്ടിയതിന് ശേഷം കൈമാറാൻ വിൽക്കാൻ പാടില്ല, ആഗോള ടെൻഡർ നമുക്ക് വിൽക്കാൻ പറ്റരുത്. പക്ഷേ ആദ്യത്തെ ചർച്ചയുടെ മിനിറ്റ്സ് വന്നപ്പോൾ ഇത് വിൽക്കാൻ തീരുമാനിച്ചെന്ന മട്ടിൽ വന്നു. അപ്പോൾ തന്നെ സംസ്ഥാന തല യൂണിയനുകളുടെ ചർച്ചയിൽ തന്നെ വ്യക്തമാക്കി നമ്മൾ ഇത് മിനിറ്റ്സ് എഴുതുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരാണല്ലോ എഴുതുന്നത്. അതിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് വിൽക്കാനുള്ള അധികാരമില്ല. വിൽക്കാനുണ്ടെങ്കിൽ ആഗോള ടെൻഡർ വിളിക്കുക, ഗവൺമെൻറ് തന്നെ. എന്നാൽ ഇപ്പോൾ ട്രാവൻകൂർ സിമൻസിൻ്റെ അവരുടെ പണം ഉപയോഗിച്ചിട്ട് കാക്കനാട് വാങ്ങിയ സ്ഥലമുണ്ട്. കുറച്ച് സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാണ്. നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക് മേഖലയ്ക്കകത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം പ്രതിസന്ധി രൂക്ഷമായി. കോവിഡ് കാലഘട്ടത്തിൽ റോ മെറ്റീരിയൽ കിട്ടാതെ വന്നു. റോ മെറ്റീരിയൽ കിട്ടാതെ വരികയും റോ മെറ്റീരിയലിൻ്റെ വല്ലാതെ വില വർദ്ധിച്ചു. ടൈമിൽ ഡെലിവറി കൊടുത്തില്ല. അത് KSEBക്ക് ആണെങ്കിൽ പോലും സമയത്തിന് ഡെലിവറി കൊടുത്തില്ലെങ്കിൽ പെനാൽറ്റി വരും, ഡിലേ പേയ്മെൻറ്റ് വരും, പിന്നെ ബ്ലാക്ക് ലിസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ പൊതുവെ ഇലക്ട്രിക് മേഖലയിലെ കമ്പനികൾ പ്രതിസന്ധിയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ടെൽക്കിന് നമ്മളിപ്പോൾ 40 കോടി ലോൺ എടുക്കാനായിട്ട് ഗ്യാരണ്ടി കൊടുത്തു. ഈ ഗ്യാരണ്ടി ചോദിച്ചല്ലോ, ടെൽക്കിന് ഗ്യാരണ്ടി കൊടുത്തു. കാരണം അവരുടെ പേപ്പർ കറക്റ്റാണ്, അത് ഗ്യാരണ്ടി കൊടുത്തു. അത് യഥാർത്ഥത്തിൽ NTPCയുമായി ചേർന്ന് പോകുന്നതാണ്. പക്ഷെ അവർ 1 പൈസ പോലും തന്നിട്ടില്ല നമുക്ക്, കേന്ദ്രത്തിൻ്റെ സ്ഥാപനം. എങ്കിൽ പോലും നമ്മളവർക്ക് ഫണ്ട് കൊടുത്തു. കെല്ല് ഇപ്പോൾ ഒന്ന് പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് മേഖലയിലെ സ്ഥാപനങ്ങൾ പൊതുമേഖല നമ്മൾ ശക്തിപ്പെടുത്താൻ നല്ല ശ്രമം നടത്തുന്നുണ്ട്. കംപ്ലീറ്റ് നിയമനങ്ങളെല്ലാം റിക്രൂട്ട് ബോർഡിലേക്ക് വിട്ടു, സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇപ്പോൾ റിവോൾവിംഗ് ഫണ്ട് ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിന് സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മറ്റ് സ്ഥാപനങ്ങളുടെ ഒരു റിവോൾവിംഗ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇവർക്ക് ഒരു ഓർഡർ കിട്ടി. ഓർഡർ കിട്ടുമ്പോൾ ആ ഫണ്ടിൽ നിന്ന് ബാങ്കിലേക്ക് കൊടുക്കും. ബാങ്ക് അതുകൂടി ചേർത്തിട്ട് ഇവർക്ക് വായ്പ കൊടുക്കും. തിരിച്ച് അത് വിൽക്കുമ്പോൾ കിട്ടുന്ന പണം ബാങ്കിലേക്ക് വരും. അപ്പോൾ നമ്മുടെ പണം നമുക്ക് തിരിച്ചു വരും, ബാങ്കിൻ്റെ പണം ബാങ്ക് എടുക്കും, അതിൻ്റെ അഡീഷണൽ കിട്ടുന്നത് കമ്പനിക്ക് കൊടുക്കും. ഇതാണ് റിവോൾവിംഗ് ഫണ്ട്. ആ ഫണ്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത കമ്പനിക്ക് ഓർഡർ വരുമ്പോൾ നമുക്ക് ആ ഫണ്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ റിവോൾവിംഗ് ഫണ്ട് ഉൾപ്പെടെ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തി പോവുക എന്നതാണ് ഗവൺമെൻറ് കാഴ്ചപ്പാട്. ഇത് ഈ 15 കൊല്ലം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അന്നത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പൈസ കൊടുത്ത് നിൽക്കാം. ഇപ്പോൾ ഈ കമ്പനി നിയമം മാറിയതിന് ശേഷം ഇപ്പോൾ റോ മെറ്റീരിയൽ കൊടുത്താൽ 10 ലക്ഷം കിട്ടാനുണ്ടെങ്കിൽ ഉടൻ തന്നെ കോടതി പോകും. കോടതി പോകുമ്പോൾ കോടതിയല്ല, ഈ കമ്പനി ബോർഡിലേക്ക് പോകും. ബോർഡ് ഉണ്ടെന്ന് തന്നെ അറ്റാച്ച്മെൻറ്റ് പറയും. പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല. നേരത്തെ ആണെങ്കിൽ ട്രേഡ് യൂണിയനുകൾ പറയുന്ന പോലെയാണ് ഈ വിരമിച്ചവർ മുന്നിരുന്നത്. ഇപ്പോൾ വിരമിച്ചവർ നേരെ ഗ്രാറ്റുവിറ്റി കിട്ടാണെന്ന് പറഞ്ഞ് കോടതി പോകും. കോടതി അപ്പോൾ അറ്റാച്ച്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് കൂടെ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇവർക്കൊരു ഓർഡർ കിട്ടി. ഇവർ ചോദിച്ചല്ലോ, ഗവൺമെൻറ് കൊടുത്ത പോലെ പൈസ കൊടുത്തുകൂടെയെന്ന് ചോദിച്ചല്ലോ. ഓർഡർ നമ്മൾ പൈസ കൊടുക്കുന്നത് ഈ അക്കൗണ്ടിലേക്കാണ്. ഈ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കണമെന്ന് അറിയുമ്പോൾ തന്നെ കോടതി ചെല്ലും. കോടതി അപ്പോൾ തന്നെ ഫ്രീസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങൾ 2 കമ്പനികൾക്ക് ഇതുപോലെ ഈ ഓർഡർ കിട്ടി. അപ്പോൾ ഓർഡർ കിട്ടണമെങ്കിൽ റോ മെറ്റീരിയൽ വാങ്ങിക്കണം. അപ്പോൾ ഗവൺമെൻറ് സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫണ്ട് കൊടുത്തപ്പോൾ അറ്റാച്ച്മെൻറ്റ് വന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുക. എന്നാൽ ഇതിൻ്റെ കാരണം നിങ്ങൾ തന്നെ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ തന്നെ അന്വേഷിക്കുക. അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുക. എന്തായാലും വളരെ ദുഃഖകരമായ കാര്യമാണ്. അല്ല, ഞാനിപ്പോൾ പറയുന്നില്ല. നമ്മൾ പല ഘടകങ്ങളുണ്ടാവില്ല. നമുക്ക് അവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, ഇവരുമായിട്ടും സംസാരിച്ചിട്ടില്ല. മാധ്യമങ്ങൾ വന്ന കാര്യങ്ങളുള്ളൂ. എല്ലാവർക്കും അല്ല, അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ അത് ദുഃഖകരമാണ്. 11 മാസം ശമ്പളം ഇപ്പോൾ ഈ മാസം നമ്മൾ അരമാസത്തെ കൊടുത്തിട്ടുണ്ട്. കുടിശ്ശികയുണ്ട്. അത് കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശികയുണ്ട്. ഒന്നും പ്രവർത്തിക്കുന്നില്ല. സാധാരണ സ്വകാര്യ സ്ഥാപനമാണെങ്കിൽ ഒരു 2 വർഷം മുമ്പ് ലോക്കൗട്ട് ചെയ്ത് പോകേണ്ടതാണ്. ഒരു ഉൽപ്പന്നം ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചാനൽ പ്രതിസന്ധിയിലായി, ഒന്നും നടക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ശമ്പളം നൽകി തന്നെ നിർത്തില്ലല്ലോ.
പക്ഷെ പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു പ്രൊഡക്ഷനും ഇല്ല. എങ്കിൽ പോലും നമ്മൾ ലോക്കൗട്ട് ചെയ്തിട്ടില്ല, ലേ ഓഫ് ചെയ്തിട്ടില്ല, ഒരു പ്രൊഡക്ഷനും ഇല്ല. അത് ശമ്പളം ഇപ്പോൾ കുടിശ്ശികയുണ്ട്, അതിനിപ്പോൾ കുടിശ്ശികയുണ്ട്. ഇപ്പോൾ അതെല്ലാം ഓരോ സ്ഥാപനങ്ങളാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ അല്ല, ഓണത്തിന് ശേഷം ഞാൻ വിളിച്ചു പോകുന്നത് അതെല്ലാം മാനേജ്മെൻറ്റ്, നമുക്കിപ്പോൾ ഓരോ കമ്പനിയിലും ഗവൺമെൻറ് അങ്ങനെ ഇടപെടാൻ പറ്റില്ല. ഞങ്ങളുടെ ഫണ്ണി കമ്മിറ്റി പോൾ ആൻ്റണി കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചതിന് ശേഷം ഓരോ കമ്പനിക്കും ഞങ്ങൾ പരമാവധി അവരവരുടെ കാര്യം തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. എല്ലാം ഗവൺമെൻറ്റിലേക്ക് വരണമെന്ന കാഴ്ചപ്പാടില്ല. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആവശ്യമായി സപ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ അന്നത്തെ യോഗത്തിൽ പറഞ്ഞത് ഓണത്തിന് എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ആ കമ്മിറ്റ്മെൻറ്റ് പാലിച്ചു. ഒപ്പം തന്നെ ഓണത്തിന് കൊടുക്കാവുന്ന ഇതല്ലാത്ത പ്രവർത്തിക്കുന്നില്ലെങ്കിലും അല്ലാത്തത് കൂടി കൊടുത്തു. ഇപ്പോൾ ഈ മാസം ഞാൻ മനസ്സിലാക്കിയോട് അരമാസം ശമ്പളം ഈ മാസം കൊടുത്തിട്ടുണ്ട്. അത് കുടിശ്ശികയുണ്ട്. എന്നാൽ തൽക്കാലം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. ഒന്നുമില്ലാതിരിക്കുന്ന ഇതല്ല, താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ PF ഇപ്പോൾ ഒരു വിഭാഗാവശ്യം വരുന്നു, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വരുമ്പോൾ PF അടയ്ക്കുന്നതിൽ അവിടെ വീഴ്ച വന്നിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം നമ്മൾ നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അടയ്ക്കേണ്ടത് തന്നെയാണ്. പക്ഷെ എങ്കിലും അവർക്ക് ലോൺ എടുക്കാം, അതിലൊന്നും വേറെ ബുദ്ധിമുട്ടുകളില്ല. അപ്പോൾ ഇത് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി നാളെ അത് വ്യാഖ്യാനിക്കണം. ഞാൻ അവരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇതാകണം എന്ന് ആണെന്നോ അല്ലെന്നോ നമ്മൾ പറയുന്നില്ല. എന്നാൽ ഇതാണെങ്കിലും അല്ലെങ്കിലും ട്രാക്കോ കേബിളിൻ്റെ പ്രശ്നം ഇതാണ്. അതാണ് ഞാൻ കാണുന്നത്. ഇതാണെങ്കിലും അല്ലെങ്കിലും ട്രാക്കോ കേബിളിൻ്റെ പ്രശ്നം ഇതാണ്. അപ്പോൾ നിങ്ങളും വസ്തുതാപരമായിട്ട് നോക്കുക. നമ്മൾ പൊതുമേഖലാ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇവരെല്ലാവരും കോടതിയിൽ പോയി നമുക്ക് അനങ്ങാൻ പറ്റില്ല. ഇവിടെ ഒരു തരത്തിലുള്ള ഉറപ്പ് അല്ലെങ്കിൽ മറുവശത്ത് കോടതിയിൽ പോയാൽ ഇപ്പോൾ ഇൻഫോ പാർക്ക് എടുക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ ലാൻഡ് പൂളിങ്ങിലേക്ക് പോകണം. ഇൻഫോ പാർക്ക് PF ലോൺ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമ്മുടെ കുടിശ്ശിക വന്നാലും PF-ന് നമ്മുടെ പണം കിടപ്പുണ്ടല്ലോ. നേരത്തെ ഉള്ള ആ ഭാഗത്തുനിന്ന് സാങ്കേതികമായി ഇപ്പോൾ നിങ്ങൾക്ക് PF ഉണ്ടാവില്ലേ? ആ PF-ന് നമ്മൾ മുടങ്ങിക്കഴിഞ്ഞാൽ ആ മുടങ്ങിയത് കോണ്ടത്തിൽ കുറയും. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ലോൺ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരില്ല. സാധാരണഗതി ഈ കേസ് എന്താണ്, അതിൻ്റെ എത്ര അവിടെ ഫണ്ട് ഉണ്ട് നോക്കിയിട്ടില്ല പറയുന്നത് സാധാരണഗതിയിൽ. പിന്നെ ഒരു കുടുംബത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾ സാധാരണ പറയില്ല, മറ്റുള്ളവർക്ക് വരുമാനമുണ്ടോ, എങ്ങനെയാണ് അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു, വൈഫ് എന്ത് ചെയ്യുന്നു, പൊതുവെ കുടുംബ പശ്ചാത്തലം എന്താണ്, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് അയച്ചില്ലെന്ന് പറയാൻ പറ്റുക. എന്നാൽ മറ്റേ ഭാഗം കറക്റ്റാണ്. നമുക്കിപ്പോൾ ജോലിയുണ്ട്, എല്ലാ മാസവും ശമ്പളം കിട്ടുന്നു, 11 മാസം ശമ്പളം കുടിശ്ശിക വരുന്നു, കമ്പനിയെ സംബന്ധിച്ചിട്ട് അനിശ്ചിതത്വം നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, നമുക്കും ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ടാവും. എന്തായാലും ഇതിൻ്റെ കാരണം എന്തായാലും ട്രാക്കോ കേബിളിൻ്റെ പ്രശ്നം ഇതാണ്. ഇത് പരിഹരിക്കാനായിട്ട് ഞങ്ങൾ വച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ ഇതായിരുന്നു. ആ ശുപാർശ തത്വത്തിൽ ട്രേഡ് യൂണിയനുകൾ അംഗീകരിച്ചു, സംസ്ഥാന ട്രേഡ് യൂണിയനുകളായിട്ട് സംസാരിച്ചു, നിയമസഭയിൽ പ്രഖ്യാപിച്ചു. നമ്മൾ കോടതിയിൽ പോയതോടുകൂടി ഇൻഫോ പാർക്ക് ഇപ്പോൾ പൂളിങ്ങിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇത് ഇനിയിപ്പോൾ മെർജ് ചെയ്താലും ഈ സ്ഥലം ഗവൺമെൻറ്റിലേക്ക് തിരിച്ചെടുക്കേണ്ടതെന്ന് പണം കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും പരിഹരിക്കാൻ വേഗത്തിൽ തന്നെ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യം സർക്കാർ ശ്രദ്ധിക്കുക. MD-യോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ OST അതിൻ്റെ ചാർജുള്ള IAS ഉദ്യോഗസ്ഥയോട് എല്ലാ വർഷങ്ങളിലും നമ്മളെടുത്ത തീരുമാനങ്ങൾ എത്ര നടപ്പിലായി, അതിൻ്റെ പൊതുസ്ഥിതി എന്താണ്, ഇത് സംബന്ധിച്ചുള്ള CFO ഇപ്പോൾ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ആകുമ്പോൾ ഒരു പ്രതിസന്ധി സ്ഥാപനത്തിൽ വരുമ്പോൾ എല്ലായിടത്തും ചിലപ്പോൾ പോയിന്ന് വരും. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ വർഷങ്ങളും ഒരു റിപ്പോർട്ട് നൽകാനായിട്ട് IAS ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് എത്തും. അല്ലല്ല, ഈ സ്ഥാപനങ്ങളിൽ തന്നെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവരോട് ഇതിൻ്റെ നടത്തിപ്പ് വൈകുന്നതിൽ കോടതി കേസുകളുടെ കാര്യം ഇപ്പോൾ കേസ് മാറ്റിവെച്ചേക്കുന്നു. അതിനിടയിൽ തൊഴിലാളികൾ എന്ന നിലയിൽ തന്നെ വേറെ കേസ് വന്നിട്ടുണ്ടെന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതെല്ലാം ബാധ്യത തീർത്തിട്ട് കൈമാറാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് ഈ കമ്പനി ബോർഡ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ലാത്ത സാഹചര്യം വരും. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യം ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് പൊതുമേഖല ശക്തിപ്പെടുത്തുക എന്നാണ്. പക്ഷെ ഇത്രയും കാലത്ത് വലിയ ബാധ്യത ഉള്ളതുകൊണ്ട് ഒറ്റയടിക്ക് കൊടുത്ത് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ശാസ്ത്രീയമായ ഇതിലേക്ക് വെച്ചത്. മരണകാരണം എന്നുള്ളത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം ഇപ്പം ഞാൻ പറയാൻ ആളല്ല. അത് എന്താണെങ്കിലും പ്രശ്നം ഇത് തന്നെയാണ്, ഈ ട്രാക്കോ കേബിളിനുള്ളത്. അത് സർക്കാർ പരിശോധിക്കുന്നുണ്ട്.